ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ബേക്സ്. ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ½ kg പ്ലം കേക്ക് റെസിപ്പി കാണിക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കാരമലിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെയുള്ള പഞ്ചസാര കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്നത് കാണാം. ഈ ബബിൾസ് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. 1-2 തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ ബബിൾസ് പൊട്ടിപ്പോകാത്തൊരു സ്റ്റേജ് വരും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ബബിൾസ് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്നത് കണ്ടോ? ഇനി ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ കിട്ടും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചായിട്ട് അതിലോട്ട് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ഇച്ചിരി ദൂരെ മാറി ഒന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഞാനിവിടെ കറുത്ത മുന്തിരി, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഇടാം. ഗ്രാം അളവിലാണെങ്കിൽ 150 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ½ kg പ്ലം കേക്കിന്റെ അളവാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. തിളച്ച് ഈ വെള്ളം ഫ്രൂട്ട്സിന്റെ ലെവലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓറഞ്ചിന്റെ തൊലി ഒരു 2 ടേബിൾ സ്പൂൺ ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് ഡ്രൈ ആയൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിപത്രി പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഗ്രാമ്പുവിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നിങ്ങൾക്കിത് മൈദ അരിക്കുന്നതിന് മുന്നേ തന്നെ ചേർക്കാം. എൻ്റെ അരിപ്പ് ലേശം ചെറുതായതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർത്തത്. ഇനി വേറൊരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. സ്പോഞ്ച് കേക്ക് ചെയ്യുന്ന പോലെ റിബൺ കൺസിസ്റ്റൻസി ആകണമെന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. എന്നിട്ട് നമുക്കതിൽ ഓയിൽ ചേർക്കാം. ഞാനിവിടെ 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഫ്ലോർ മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്ലോർ ഇടുന്നത്. ഒരു വിസ്കോ സ്പാച്ചില വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബീറ്ററും വെച്ചും ചെയ്യാം. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഒരു 5-6 സെക്കൻഡ് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി തണുത്ത നമ്മുടെ ഫ്രൂട്ട് മിക്സ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിൽ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഇതിൽ എയർ ബബിൾസ് കളയാനായിട്ട് നമുക്ക് സ്ക്വയർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. 170 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. കേക്ക് ബേക്ക് ആയോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിക്കാൻ പാടില്ല. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയോണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.